നമസ്കാരം. സ്വച്ഛ് ഭാരത് ഫണ്ടിൽ നിന്ന് 8000 കോടിയോളം രൂപ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PR വർക്കിനായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് MP സാകേത് ഗോഖലെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പറഞ്ഞിരുന്നത്. വലിയ വിവാദമായിരുന്നു ആ വാർത്തയൊക്കെ. ഇന്ത്യ സർക്കാരിന്റെ മിക്ക പരിപാടികളും മോദിയെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതാണെന്നും മോദിയുടെയും BJPയുടെയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നികുതിദായകരുടെ പണമാണെന്നും എക്സിലെ പോസ്റ്റിൽ തൃണമൂൽ MP പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സ്വച്ഛ് ഭാരത് ഫണ്ടിൽ നിന്ന് ഏകദേശം $950 മില്യൺ, അതായത് 8000 കോടി രൂപ മോദിയുടെ സ്വകാര്യ PR-ന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിച്ചു. ഇന്നലെ ഗാന്ധി ജയന്തി ദിനത്തിൽ മോദി സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിന്റെ 110 വർഷം ആഘോഷിച്ചു. എന്നാൽ ഈ പ്രചാരണം കൊണ്ട് എന്താണ് നേടിയതെന്നും ഗോഖലെ ചോദിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. 2014 മുതൽ ഇന്ന് വരെയുള്ള പരസ്യങ്ങൾ, PR ക്യാമ്പയിനുകൾ, ഹോർഡിങ്ങുകൾ, മറ്റ് പബ്ലിസിറ്റി മെറ്റീരിയലുകൾ എന്നിവയ്ക്കായി സ്വച്ഛ് ഭാരതിന്റെ ബജറ്റിൽ നിന്നും 8000 കോടി രൂപയോളം മോദി ചെലവഴിച്ചിട്ടുണ്ട്. സ്വച്ഛ് ഭാരതിന്റെ മിക്കവാറും എല്ലാ പരസ്യങ്ങൾക്കും ഹോർഡിങ്ങുകൾക്കും ഒരു വലിയ തുക വരും. മോദിയുടെ ഫോട്ടോകളും വീഡിയോകളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ മാത്രം മഹത്വപ്പെടുത്തുന്നുവെന്നും ഗോഖലെ വിമർശിക്കുകയാണ്. നോട്ട് അസാധുവാക്കലിന് ശേഷം ഇന്ത്യയുടെ പുതിയ കറൻസി നോട്ടുകളിൽ പോലും സ്വച്ഛ് ഭാരത് എന്ന മുദ്ര പതിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന തരത്തിലായിരുന്നു മോദിയുടെ സ്വകാര്യ PR. കേന്ദ്ര ഗവൺമെന്റിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടതാണെന്നും പരസ്യങ്ങൾക്കായി ചെലവഴിച്ച തുക ഞെട്ടിക്കുന്നതാണെന്നും ഗോഖലെ പറയുകയാണ്. ഇതൊരു ക്യാമ്പയിൻ മാത്രമാണ്. എന്നാൽ ഇന്ത്യ സർക്കാരിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മോദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളതാണ്. 50 സർക്കാർ പ്രോഗ്രാമുകൾ, സ്കീമുകൾ, പരസ്യങ്ങൾക്കും PR എന്നിവയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച തുക അമ്പരപ്പിക്കുന്നതാണ്. മോദിയുടെയും BJPയുടെയും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നികുതിദായകരുടെ പണമാണ്. മോദി ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ മറ്റൊരു പാർട്ടിക്കോ നേതാവിനോ അവരുടെ വ്യക്തിഗത PR-നെ ലക്ഷക്കണക്കിന് കോടി രൂപ സർക്കാർ ഫണ്ട് ലഭ്യമല്ല. മിക്കവാറും എല്ലാറ്റിനും നികുതി വർദ്ധിപ്പിച്ച് മോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയും ചോരയൂറ്റുകയും ചെയ്യുകയാണ്. ശേഷം നിങ്ങളുടെ അധ്വാനിച്ച പണം നികുതിയായി തട്ടിയെടുക്കുന്നു. വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ പോലും മോദിയുടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള PR-നാണ് ഇതൊക്കെ ചെലവഴിച്ചതെന്നും TMC MP ആഞ്ഞടിക്കുകയാണ്. പാർലമെന്റിൽ ഭൂരിപക്ഷം പോലും നേടാനാകാതെ മോദിയെ പോലുള്ള ഒരാളുടെ PR-നെ ലക്ഷക്കണക്കിന് കോടികൾ സർക്കാരിന് ചെലവഴിക്കാൻ സാധാരണ ഇന്ത്യക്കാർ എന്തിന് സ്വയം ചോരണം? മോദിയുടെ വ്യക്തിപരമായ പ്രചാരണത്തിന് ആളുകളുടെ നികുതി പണം എന്തിനു ഉപയോഗിക്കണം? ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ വോട്ട് ചെയ്യാതെ പാർട്ടിയെ 240 സീറ്റിലേക്ക് ഒതുക്കിയെന്നും അദ്ദേഹം വിമർശിക്കുകയാണ്. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG News ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.